പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്ലാത്തോട്ടത്തിൽ ചാക്കോ ജോർജ്, PC ജോർജ് പേര് രണ്ട് വിധത്തിൽ മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തുടക്കത്തിൽ എൻ്റെ പേര് ജോൺസൺ കരൂർ. അതായത് പ്ലാത്തോട്ടത്തിൽ നിന്ന് വരെ പുഴുത്തോട്ടത്തിൽ കക്കൂസ് ജോർജ് എന്നാക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഇനി മാമൂലിസ പേര് മാറ്റാനൊക്കില്ലല്ലോ. പക്ഷേ ഈ സമൂഹത്തിൽ ഇയാളുടെ പേര് മാറ്റാൻ ഇങ്ങനെ അത്രയ്ക്ക് നല്ല ആളാണ്. പക്ഷേ ഈ കക്കൂസ് എന്ന വാക്ക് നല്ലതാണ്, എല്ലാ മനുഷ്യരുടെയും വീട്ടിലുള്ളതാണ്. അത് നമുക്ക് മോശമായൊരു വാക്കെന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ താങ്കൾക്ക് ശരിക്കും ഈ കക്കൂസ് എന്ന് മാറിയിട്ട് വേറെ ഏതെങ്കിലും, അത് ഞാൻ കുലംകുത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നതാണ്, പരനാറി പറഞ്ഞാലും രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നതാണ്, ചെറ്റേന്ന് പറഞ്ഞാലും അത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ തന്നെ ഏത് വാക്ക് വെച്ച് ഉപയോഗിക്കണം? മലയാള നിഘണ്ടു കണ്ടുപിടിച്ച ഹെർമൻ ഗുണ്ടട്ടെ അങ്ങൊരു പുതിയ വാക്ക് എഴുതണമായിരുന്നു. കാരണം ഈ 2026 ഇതുപോലൊരു സത്വം വളർന്നു വരുമെന്ന് നമ്മളാരും വിചാരിച്ചില്ല. ഇദ്ദേഹം 33 കൊല്ലം നിയമസഭയിലിരുന്നു. ചന്തയ്ക്ക് തഴമ്പ് കാണുമല്ലോ, കുറേ പെൻഷൻ കിട്ടുമല്ലോ, പോരെ? UDFൻ്റെ കൂടെ, LDFൻ്റെ കൂടെ, പിന്നെ കേരള കോൺഗ്രസ്സിൽ എത്ര എല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ അവസാനം രക്ഷയില്ലാതെ നോക്കും ജനപക്ഷം വെള്ളത്തിൽ മുങ്ങിയപ്പം താമരയിലേക്ക് അങ്ങ് ലയിച്ച് 2024 താമര കെട്ടിപ്പിടിച്ചു. എൻ്റെ PC, എൻ്റെ കക്കൂസി ജോർജേ, ഇവിടെ തനിക്ക് ഈ വഴികൾ പോലെ പോകാനല്ലാതെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ സാധിക്കുമോ? ഇന്നൊരു വള്ളത്തിൽ, അടുത്ത ദിവസം വേറെ വള്ളത്തിൽ. ഏത് സമയത്താണ് മാഷേ അങ്ങ് ജനിച്ചത്? ഇത്രത്തോളം പുളകനെ പോലെ, വരാലിനെ പോലെ ഒഴുകി ഒഴുകി മാറുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇനിയും കേരളത്തിൽ ജനിക്കല്ലേ? കേരളത്തിൽ ജനിച്ചതിൽ ഏറ്റവും പറ്റിയ വിത്താണ് താങ്കൾ, ഏറ്റവും പറ്റിയ വിത്ത്. പിന്നെ വായി വരുന്നത് കോതയ്ക്ക് പാട്ട്. തനിക്ക് മാത്രമേ മലയാളം അറിയാവൂ എന്ന് ചിന്തിക്കരുത് കേട്ടാ. വായി വരുന്നത് കോതയ്ക്ക് പാട്ടാണ് തനിക്ക്. അത് 6 മണ്ടയ്ക്ക് കൊണ്ടാലും കുഴപ്പമില്ല. പൂഞ്ഞാറ്റി ഞാനങ്ങ് ഇരുന്നോളാം. പൂഞ്ഞാർ എൻ്റെ സ്വന്തമാണ്. എന്തായിരുന്നില്ലാണ് പൂഞ്ഞാർ ഒരു വശം കയ്യിൽ നിന്ന് പോയാലേ അടുത്ത കാലത്ത്? എന്തായിരുന്നു പൂഞ്ഞാറ് പോയെ? വായിൽ കൊള്ളാത്തത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. താൻ പൂഞ്ഞാർ അത്യാവശ്യം ജനത്തിന് സ്വാധീനമുള്ള മനുഷ്യനാണ്, അറിയാം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ്. പക്ഷേ താൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നെങ്കിലും തൻ്റെ നാവുണ്ടല്ലോ, തേവര കോളേജിലല്ല പഠിച്ചത്, ഏതോ തിയേറ്ററിൽ പോയിരുന്ന് പഠിച്ചതാണ്. താൻ നാക്ക് പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? തീട്ടം കൊണ്ടാ? നന്നായിട്ട് പഠിച്ച് ആ നാവിലിരിക്കുന്ന തീട്ടം എടുത്ത് കളയാൻ നോക്കുക. ഇനി തന്നെക്കുറിച്ച് 2-3 കാര്യം എനിക്ക് പറയാനുണ്ട്. താൻ ഇവിടുത്തെ വനിതകളെക്കുറിച്ച് മോശമായി പ്രസംഗിച്ചതിന് തനിക്കെതിരെ കേസുണ്ടല്ലേ? ഉണ്ടല്ലോ, ഇല്ലെന്ന് ഞാൻ പറയാനൊക്കത്തില്ല. ബലാത്സംഗം ചെയ്യപ്പെട്ട് പിടിക്കപ്പെട്ട, അല്ലെ ബലാത്സംഗത്തിൽ അകപ്പെട്ടു പോയ, അല്ലെ മറ്റുള്ള ആൾ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു കന്യാസ്ത്രീക്കെതിരെ അങ്ങ് ഭയങ്കര നാവ് വളച്ചങ്ങ് ഓടിച്ചല്ലോ. ഓടിച്ചിട്ട് വനിതാ കമ്മീഷൻ തൻ്റെ ചെവിക്ക് പിടിച്ചത് എനിക്ക് ഓർമ്മയിലോടൂ. ഇന്ന് കന്യാസ്ത്രീയുടെ കാലെ പിടിക്കുക, വോട്ട് കൊടുക്കുക. ഒറ്റ കന്യാസ്ത്രീ അവർക്ക് വോട്ട് കൊടുക്കരുത്. അവനെ ഒറ്റ കന്യാസ്ത്രീ വോട്ട് കൊടുക്കരുത്. കന്യാസ്ത്രീയുടെ കാലെ പിടിക്കുക പോയി വോട്ട് തരണേ. സിസ്റ്ററെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എനിക്ക് വോട്ട് തരണേ, ഞാൻ ഷോണിലേക്ക് വരാം ഇല്ലേ, എന്നിട്ട് വോട്ട് തരണമെന്ന് പിടിക്കും. ഈ കന്യാസ്ത്രീകളെ ഇത്രത്തോളം അടച്ചാക്ഷേപിച്ച് വീട്ടിൽ നിന്നിറങ്ങി അവരവരുടെ മഠത്തിൽ പോയി അവർ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത്, അല്ലെങ്കിൽ സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുത്ത്, ആതുര സേവനം കൊടുത്ത്, അനാഥാലയങ്ങൾ വളർത്തി, അങ്ങനെ സാധാരണക്കാരായ മനുഷ്യരെ നോക്കുന്നവർക്ക് തൻ്റെ വിമർശനം, എന്തോ വിമർശനം, തെറ്റില്ലെന്ന് പറയുന്നില്ല, തെറ്റുണ്ടായിരിക്കാം. എന്നിട്ട് അവരുടെ കാലിൽ ഇപ്പോൾ പോയി പൂഞ്ഞാറ്റിൽ പോയി നാവ് കൊണ്ട് നക്കുക, വോട്ട് തരണേ വോട്ട് തരണേ. കൊടുക്കരുത് ഒറ്റ കന്യാസ്ത്രീ. കർത്താവിൻ്റെ മണവാട്ടികളാകുന്ന ഒറ്റ കന്യാസ്ത്രീയെങ്കിലും ഈ പൂഞ്ഞാറിലെ ഈ ഇദ്ദേഹത്തിന്, കക്കൂസ് ജോർജിന് വോട്ട് കൊടുത്താൽ നാണക്കേടെന്നല്ല പറയണ്ടേ, നാണക്കേടെന്നല്ല, കർത്താവിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഞാൻ പറയും. കാരണം അത്ര മോശമാണ് ഇയാൾ. പിന്നെ ഇനി അടുത്തത്, 2022 മുസ്ലിം സമുദായത്തെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞല്ലോ. എവിടെയെങ്കിലും ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവൻ തീവ്രവാദിയാണ്. ഇത് പറഞ്ഞില്ലേ പൂഞ്ഞാറെ? പൂഞ്ഞാർ പറഞ്ഞില്ലേ? കക്കൂസ് ജോർജ് ഇയാൾ പറഞ്ഞിടൂ. എവിടെയെങ്കിലും പാവപ്പെട്ട മുസ്ലിം, എത്രയോ നല്ല മുസ്ലിങ്ങളുണ്ട് ലോകത്ത്, ആ മുസ്ലിങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് പൂഞ്ഞാറൊരു മുസ്ലിം ഉണ്ടെങ്കിൽ വോട്ട് കൊടുക്കരുത്, ഒരു വോട്ട് കൊടുക്കരുത്. കാരണം അത്രത്തോളം അടച്ചാക്ഷേപിച്ച ആളാണ്. ഇന്ന് തിരിച്ചു പറയാം. ഇതിനകത്തൊരു റിട്രോ ഉണ്ട്, എന്നിട്ട് തിരിച്ചു വരാം.
എന്നിട്ട് പ്രിയ സുഹൃത്തുക്കളെ അടുത്ത് നോക്കുക, മോദിയെ ഇത്രത്തോളം ആക്ഷേപിച്ചൊരു വ്യക്തിയുണ്ടോ? മോദി എന്താ ആക്ഷേപിച്ചത്? റിസർവ് ബാങ്ക് കട്ടുമുടിക്കുന്നവനെന്ന് പറഞ്ഞത് ഇയാളാ പറഞ്ഞേ. മോദി ഒരു വലിയ വൻ പരാജയമാണെന്ന് പഠിപ്പിച്ചാരാ പറഞ്ഞാരാ? ഇയാളാ. മോദി പരാജയമൊന്നുമല്ല, മോദി പരാജയം ഞാൻ പറയത്തുമില്ല. അങ്ങനെ മോശമായിട്ട് ആക്ഷേപിച്ചവരെടുത്ത് കീശ വെച്ചേക്കുക RSSകാരും BJPക്കാരും. എന്താണ് ഉളുപ്പുണ്ടോടൂ? സ്വന്തം തന്തയ്ക്ക് വിളിച്ച് അല്ലെങ്കിൽ ഈ എന്താ കേരള കോൺഗ്രസ്സുകാർക്കല്ല അങ്ങനെ മാണിക്ക് കൂച്ചുവില കിട്ട് മൂക്കായിട്ട് പിടിച്ചിട്ട് മാണിയുടെ മോൻ അങ്ങോട്ട് ചാടിയത്. അതുപോട്ടെ കേരള കോൺഗ്രസ്സുകാർ വളരും തോറും പിളരും തോറും ഞാനത് പറയുന്നില്ല വാക്ക്, എൻ്റെ വായൊന്ന് വേറൊരു വാക്കാണ്. ഇങ്ങനെ ഒരു നെറികെട്ട രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കക്കൂസ് ജോർജെ, താൻ പിന്നെ വേറെ ഏതാണ്ട് ഒലത്തു എന്ന് പറഞ്ഞല്ലോ. താൻ ഇവിടുത്തെ മെത്രാന്മാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് 2.5% ഉള്ളൂ BJPയുടെ ഔദാര്യം കൊണ്ട് അവിടെ കഴിയുന്നതിന്. എന്താ ശുംഭത്തരോട് താൻ പറയണേ? 2.5 ഉള്ളൂ, മതിയിടൂ. ചാരത്തിനടിയിൽ കനലുണ്ടെങ്കിൽ വളർന്നു വന്നോളും, അത് വളരും. പക്ഷേ ഞങ്ങൾക്ക് ആളുകളെ കൂട്ടി വളർത്തി മാനസാന്തരപ്പെടുത്തി ആളുകളെ കൂട്ടി വളർത്തൽ മതപരിവർത്തനം ഞങ്ങൾക്ക് വേണ്ട, താല്പര്യമില്ല. ഒരാൾ വന്നാൽ സ്വീകരിക്കും. ഇത് വർഗീയത പറയല്ല. നിൻ്റെ ഈ വിവരം കെട്ട സംസാരം, നിന്നെ മാമൂലിസം കൊടുത്ത അച്ഛൻ്റെ കൈയാണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ പാവപ്പെട്ട മനുഷ്യനായിരിക്കാം. ഇവിടെ BJPയുടെ ഔദാര്യം കൊണ്ടാണ് ക്രിസ്ത്യൻസ് കഴിയുന്നത്. എവിടാ ക്രിസ്ത്യൻസും BJPയുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടുള്ളത്? എവിടാ കൈ നീട്ടിയിട്ടുള്ളത്? തല്ലിക്കൊല്ലുന്നത്. അത് ഞാൻ അങ്ങോട്ട് വരാം, 10 മിനിറ്റ് വീഡിയോ നിൽക്കത്തുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലെ നെറികെട്ട ഒരു മനുഷ്യനെ BJPക്കകത്ത് നിങ്ങൾ ചേർത്തെങ്കിൽ ഓർത്തോളുക, പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വന്നാൽ ഇവൻ പുളക കയറുന്ന പോലെ പുതിയ രാഷ്ട്രീയ പാർട്ടി പോകും. കാരണം എന്നറിയാമോ? ഇവൻ്റെ തലയ്ക്കകത്ത് എപ്പോഴും അധികാര ഭ്രമത്തതയാണ് ഇരിക്കുന്നത്. പിന്നെ താൻ പറഞ്ഞല്ലോ മെത്രാന്മാർക്കെതിരെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചല്ലോ. മെത്രാന്മാർ നിൻ്റെ മടിയിൽ എന്തോടാ വളർന്നേ? എടാ, ഒരു മെത്രാനെ കുറ്റം പറയാൻ നിനക്കെന്തോടാ വിദ്യാഭ്യാസമുള്ളത്? പാവപ്പെട്ടന്മാർ 12 കൊല്ലം, കത്തോലിക്ക സഭ മെത്രാന്മാരാണ് 12 കൊല്ലം പോയി പഠിച്ചു. പിന്നെ അതിനുശേഷം പോയി ലൈസൻസ് ഷീറ്റ് എടുത്തു, എന്ന് വെച്ചാൽ ഇവിടുത്തെ MPL പോലെ. അതിനുശേഷം ഡോക്ടറേറ്റ് എടുത്തു. അതിനുശേഷം ദൈവശാസ്ത്രം ആഴമായി പഠിച്ചു, മനുഷ്യശാസ്ത്രം ആഴമായി പഠിച്ചു, ഭൂമിശാസ്ത്രം നന്നായി പഠിച്ചു, കോസ്മോളജി പഠിച്ചു, മെറ്റാഫിസിക്സ് പഠിച്ചു, എപ്പിസ്റ്റമോളജി പഠിച്ചു, എസ്കറ്റോളജി പഠിച്ചു. നീ എന്തോ പഠിച്ചടാ? ഇവിടുത്തെ മെത്രാന്മാരെയും വൈദികരെയും ആക്ഷേപിക്കാൻ. വൈദികൻ ആരാണെന്ന് മെത്ര ആണെന്ന് നിനക്കെന്തോ അറിയാമേ? നിൻ്റെ വീട്ടിൽ 2 മെത്രാന്മാരും അല്ലെങ്കിൽ 2 വൈദികരും കാണുമായിരിക്കും അല്ലേ? എടാ, ഇവൻ്റെ ഒന്നും വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ ഒരു പുരോഗതിയുടെ വിദ്യാഭ്യാസം ഇവിടുത്തെ ഒറ്റ രാഷ്ട്രീയക്കാരനില്ല. ചിലപ്പോൾ ശശി തരൂർ പറയായിരിക്കും, വായിച്ചിട്ടുണ്ട് അദ്ദേഹം. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ മുൻപന്തി നിൽക്കുന്ന കുറേ പേരുണ്ട്, വായിച്ച് മനസ്സിലാക്കി. നിന്നെപ്പോലെ വിടുവായിത്തരം പറഞ്ഞല്ല. നീ എന്തോ വായിച്ചിട്ടുണ്ടോ? എടാ, വിവരം കെട്ട കക്കൂസ് ജോർജെ, നാണത്തുണ്ടെങ്കിൽ വീട്ടിൽ പൂഞ്ഞാറിലുണ്ടല്ലോ ഇഷ്ടംപോലെ സ്ഥലം, ഇഷ്ടംപോലെ വസ്തുവൊക്കെ ഉണ്ടല്ലോ, കുടുംബപരമായിട്ട് കിട്ടിയിട്ടില്ലേ? എടാ, അതൊക്കെ കൃഷി തുടങ്ങണം കഴിയും. അതാ നല്ലത്. ഇവിടെ കോടാലി എടുത്തുകൊണ്ട് വന്ന് ക്രിസ്ത്യൻസിൻ്റെ മണ്ടയ്ക്കിട്ട് അങ്ങ് ഷേവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ക്ഷവരം ചെയ്യാമെന്ന് വിചാരിച്ചാൽ, തിരിച്ചു പറയാൻ നിന്നേക്കായ നാവിന് ശക്തിയുള്ളവന്മാരുണ്ട്. അധികാരം നമ്മുടെ ഇല്ലെന്നേ ഉള്ളൂ, വാക്ക് ഞങ്ങളുണ്ട്. സോക്രട്ടീസിനെ വിഷം കൊടുത്തു വന്നല്ലേ? വിഷം കൊടുത്തു വന്നെങ്കിൽ സോക്രട്ടീസ് മരണത്തെ പേടിച്ചിട്ടില്ല. സോക്രട്ടീസിൻ്റെ പിന്നെ മരണം പേടിക്കാതെ വളരുന്നവരുണ്ട്. പിന്നെ താൻ പറഞ്ഞല്ലോ സിസ്റ്റർമാരെയും അച്ഛന്മാരെയും പിന്നെ മെത്രാന്മാരെയും ആക്ഷേപിച്ചു, സഭയെ അടങ്കലങ്ങ് ആക്ഷേപിച്ചു. FCRയെ കുറിച്ചൊന്നും പേടിയൊന്നുമില്ല, കത്തോലിക്ക സഭ ഒട്ടും പേടിയില്ല. കാരണം എന്താ അറിയോ? ന്യായമായിട്ട് കിട്ടുന്നത് ന്യായമായിട്ട് കറക്റ്റ് കണക്ക് ഏൽപ്പിക്കുന്ന ഒരു സഭയാണ്. മറ്റ് സഭകളും ഏൽപ്പിക്കുന്നുണ്ട്, ഏൽപ്പിക്കാത്തവരാകാരൊക്കെയെന്ന് പറയാം. FCRയെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമുണ്ട്. കാരണം ഈ ബില്ല് പാസ്സാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് പാസ്സാക്കുമ്പോൾ പറയാം. ഇനി അടുത്തത് താങ്കളൊന്ന് ആലോചിക്കണം. താൻ ദീപിക പത്രത്തെ അതൊന്ന് വലത്തുമെന്ന് പറഞ്ഞല്ലോ. ഇലക്ഷനൊന്ന് കഴിയട്ടെ, ഞാൻ ദീപിക പത്രത്തെ കാണിച്ചു തരാം. ഇവിടെ തൻ്റെ അല്ല, തനിക്ക് 3 തലമുറയ്ക്ക് മുമ്പുള്ളവന്മാർ വിചാരിച്ച ദീപിക പത്രത്തെ വല്ലതും ചെയ്യാൻ സാധിക്കുമോ? ഇവിടുത്തെ ആദ്യത്തെ പത്രം ഏതാ? ആദ്യത്തെ മലയാള പത്രം ഏതാ? ദീപിക പത്രത്തിനൊരു പാരമ്പര്യമുണ്ട്. അതേ, പണ്ട് മുട്ടയും പിടിയരിയും വാങ്ങിച്ച് വളർത്തിക്കൊണ്ട് വന്ന പാവപ്പെട്ട ക്രിസ്ത്യൻസിൻ്റെ രക്തത്തിൻ്റെ ചോരയുണ്ട്. താൻ വിചാരിക്കുന്നുണ്ടോ ദീപപത്രം മാത്രമേ വായിക്കത്തുള്ളൂ? ഇവിടെ മനോരമ വായിക്കും, മാതൃഭൂമി വായിക്കും, കൗമുദി വായിക്കും, ഡെക്കാൻ ക്രോണിക്സ് വായിക്കും, ഹിന്ദു വായിക്കും, ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കും, ചന്ദ്രിക വായിക്കും, ജന്മഭൂമി വായിക്കും. ഡെക്കാൻ ക്രോണിക്കിൾസ് മാത്രമല്ല, ഇവിടെ ഒബ്സർവാത്തോറമാന റോമിൻ്റെ പത്രമുണ്ട്, വായിലൂടെ പോയി. എടാ, പൂഞ്ഞാറ്റിലെ കുഞ്ഞ് ഈ വലിയ കടലിലെ ചെറിയൊരു മത്സ്യം. നീ കത്തോലിക്ക സഭ എന്തോ ചെയ്യാനും കൂടെ?
എത്ര രാജ്യങ്ങളിലാണ് കത്തോലിക്ക സഭ നിൽക്കുന്നത്? എത്ര രാജ്യങ്ങളിലാണ്? കടലിനകത്ത് തിരമാല, പണ്ട് പിണറായി ഒരു മനോഹരമായ വാക്യം പറഞ്ഞു, കടലിൽ തിരമാല കണ്ടു, പക്ഷേ ബക്കറ്റിൽ കോരി വെച്ചാലേ അതിനകത്ത് തിരമാല കാണത്തില്ല. അത്രയേ ഉള്ളൂ താൻ. വല്ലപ്പോഴും ശവപ്പറമ്പിൽ പോകുന്ന നല്ലതാണ്, ശ്മശാന ഭൂമിയിൽ പോകുന്ന നല്ലതാണ്. അപ്പോൾ അവിടെ തിരക്കി മനസ്സിലാവും, ചീർത്ത് വീർത്ത് ഇറച്ചിപ്പിണ്ടം പോലെ ഇരിക്കും തൻ്റെ ശരീരം, ഇങ്ങനെ ഉള്ളൂ, ഇത്രേ പോകാനുള്ളെന്ന്. വായി കിടക്കുന്ന അസംബന്ധം മുഴുവൻ വിളിച്ചു പറയാനായിട്ട് തൻ്റെ സോക്കേട് മാറണമെന്ന് പറയുമോ? താൻ ഒരു കാര്യം ചെയ്യണം, ഒരു മുള്ളുമുറിക്കെ കയറണം, എന്നിട്ട് അതിനെ കെട്ടി അങ്ങ് പിടിക്കണം, കെട്ടിപ്പിടിച്ച് താഴോട്ട് നിരങ്ങി വരണം, സോക്കേടിൻ്റെ ഒരംശം മാറും. പക്ഷെ മുള്ളുമുരുക്കിന് നാണം ഉണ്ടാവും, എന്നെ കെട്ടിപ്പിടിച്ച് ഇതുപോലെ ആണും പെണ്ണും കെട്ടാനാണല്ലോ. താൻ പറഞ്ഞല്ലോ, താനും തൻ്റെ മോനും അങ്ങ് ജയിച്ചു വരും. എന്നിട്ട് താനും തൻ്റെ മോനും ഒക്കെ, താനും തൻ്റെ മക്കളും ഉഷ ചേച്ചിയും കൂടെ അങ്ങ് കിട്ടും. എന്നിട്ട് നിയമസഭയിലെ നിങ്ങൾ കുടുംബ ഭരണം നടത്ത്, എന്നിട്ട് കുടുംബത്തോടെ അങ്ങ് ഭരിക്ക്, കേരളം അങ്ങ് ഭരിച്ച് മുട്ടിച്ചങ്ങെടുക്ക്. എന്നിട്ട് താര് കാരണം നോം ചോംസ്കിയെ വായിച്ചിട്ട് ഒരു ലിംഗ്വിസ്റ്റിക് സ്കൂളും തുടങ്ങണം, ഭാഷാ വൈദഗ്ധ്യം കിട്ടുന്ന സ്കൂൾ, പോക്കൃത്തരം പറയുന്ന സ്കൂൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചൊരു സ്കൂളോടെ തുടങ്ങും. അതാണ് തനിക്ക് നല്ലത്, തനിക്ക് പറ്റിയതാണ് ലിംഗ്വിസ്റ്റിക് സ്കൂൾ. ഞാൻ തിരിച്ച് പൂഞ്ഞാറ്റിലേക്ക് വരാം, കക്കൂസിലേക്ക് വരാം. കാരണം കക്കൂസിൽ ദിവസം പോകുന്നവരാണല്ലോ നിങ്ങളൊക്കെ. എല്ലാ മനുഷ്യർക്കും അവിടെ പോകണമല്ലോ. കക്കൂസിൽ പോകാത്തൊരു മനുഷ്യർ ഈ കൂട്ടത്തിലില്ല, കേൾക്കത്തുമില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ചെറിയ കക്കൂസ്, കാരണം നമ്മുടെ വയറ്റിൽ കുറഞ്ഞത്, എല്ലാ മനുഷ്യരുടെയും വയറ്റിൽ കുറഞ്ഞ ഒരു 200 ഗ്രാമെങ്കിലും കക്കൂസ് മാലിന്യം കാണും. തിരിച്ചു വരാം. ഷോണിനോട് എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല, കാരണം അവളന്ന് വളർന്നു വരുന്ന ഒരാളാണ്. സൂക്ഷിച്ച് മുഖത്തുമൊക്കെ താങ്കൾക്ക് എന്നെ പരിചയം കണ്ടു. 2001 നമ്മൾ പരിചയപ്പെട്ടുള്ളതാണ്. എനിക്കറിയാം ഷോണ് NK ആചാര്യ, അതായത് ജഗതിയുടെ മകൾ പാർവതിയെ വിവാഹം കഴിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ചോദിക്കില്ല. പക്ഷേ ഷോൺ ഇന്നലെ ഒരു പ്രതിവാദം നടത്തി. ഞാനന്ന് ബഹുമാനനായ ബെന്നി കോട്ടപ്പുറത്തിൻ്റെ ചാനൽ കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയും ദേഷ്യവും വിഷമവും വന്നത്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഇട്ടൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ് മണിപ്പൂരിലെ കലാപം നടന്നു, മെയ്തി കുക്കി അല്ലേ, മാറാട് കലാപം നടന്നപ്പം ഇവിടെ മരിച്ചവരെക്കുറിച്ച് ആരാ കുറ്റം പറഞ്ഞത്? ആർക്കെതിരെ കുറ്റം പറഞ്ഞത്? ഭരിച്ചവനെതിരെയാണ്. മണിപ്പൂരിൽ ഇത്രയും പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരെ മരിച്ചേക്കുന്ന? മണിപ്പൂരിൽ 260-ൽ പരം ആളുകൾ മരിച്ചിട്ടുണ്ട്. അവിടെ കലാപത്തിൽ 1500-ൽ പരം ആളുകൾക്ക് മുറിവേറ്റിട്ടുണ്ട്. 60,000 മുതൽ 70,000 വരെ ആളുകൾ സ്കാറ്റേഡ് ആയിട്ടുണ്ട്. എപ്പോഴോട്ടാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളൂ, പോയിട്ടുള്ളൂ എന്ന് അറിഞ്ഞുകൂടാ. നഗ്നമായിട്ട് ആളുകളെ ഓടിച്ച് പിന്നാലെയിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് ഒരു 2 വിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്നൊരു കലാപം മണിപ്പൂരിൽ നടന്നതെങ്കിൽ അതിനെ അടിച്ചമർത്തേണ്ടതോ അതിനെ കൺട്രോളിൽ നിന്ന് ഭരിക്കുന്നവനല്ല. പിന്നെ ഭരിക്കുന്നവനെന്തോ ഏത് കോണം കഴുകാൻ പോയത്? അവിടെ ഭരിക്കുന്ന BJP ആണ് ഭരിക്കുന്നത്. കൺട്രോൾ ചെയ്യേണ്ട ആരാ ഭരിക്കേണ്ടത്? അവരെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇവിടെ മാറാട് കലാപം നടത്തുമ്പോൾ സർക്കാരിൻ്റെ കുഴപ്പമായിരുന്നു. അവിടെ കലപം നടന്ന കുഴപ്പമില്ല. 2 വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങളെ കൺട്രോൾ ചെയ്യാനല്ലേ പിന്നെ അന്ന് അമ്മമാർക്ക് അവരുടെ ഗോത്രവർഗത്തിൻ്റെ ഭരണം വിട്ടുവിട്. പറയുമ്പം ഒരു മാന്യത വെച്ച് പറയണം. ഇനി തൻ്റെ മനസ്സിലേക്ക് പറയാം. ഗ്രഹാം സ്റ്റെയിനെ 1999 അദ്ദേഹത്തിൻ്റെ മകനെ കൂടെ വണ്ടിക്കകത്തിട്ട് കത്തിച്ചു. അത് മണിപ്പൂർ കലാപം എന്ന് തുടങ്ങിയതാ. ഷെയ്ഖ് റഹ്മാൻ എന്ന് പറയപ്പെടുന്ന ഒരാളെ അയാളെ തല്ലിക്കൊന്നു. ഫാദർ അരുൾദാസിനെ തല്ലിക്കൊന്നു 1999. ഒത്തിരി പറയിപ്പിക്കണ്ട. മെയ്തി കുക്കി മാത്രമൊന്നുമല്ല, താങ്കൾ ഒന്ന് പഠിക്കുന്ന നല്ലതാണ്. ഛത്തീസ്ഗഡിലും UP-യിലും MP-യിലും നടന്ന മിഷണറിമാർക്കെതിരെ, ആദിവാസികൾക്കെതിരെ നടന്ന കലാപങ്ങളൊന്നും താങ്കൾ മറന്നുപോയോ? ഇതൊന്നുമില്ലേ? ക്രിസ്മസ് കരോളിൽ ഇറങ്ങുന്നവരെ കൂട്ടത്തോടെ തല്ലിയത് നിങ്ങൾ മറന്നുപോയോ? താൻ എന്തിനാടോ? ഞങ്ങളാരും BJPക്ക് എതിരൊന്നുമല്ല. പക്ഷെ താൻ ഈ പറയുന്നത് സത്യത്തെ വളച്ചൊടിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന, ഇവിടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എഴുതിയ ലാരി കോൾപിൻസും ഡൊമിനിക് ലാപ്പേരൊക്കെ ഇന്ത്യയിൽ വന്നിട്ടില്ല. പക്ഷേ ഒരു മനോഹരമായിട്ട് എഴുതിയേക്കുന്നത്, പഠിച്ചിട്ട് എഴുതിയേക്കുന്നത്, അല്ലാതെ വായി തോന്നുന്ന അപ്പൻ്റെ പാരമ്പര്യം, ബയോളജിക്കൽ ഹെറിഡിറ്ററി ഇത് താൻ എടുക്കരുത് കേട്ടോ. നാക്ക് നേരെ സൂക്ഷിച്ചാൽ നല്ലതാണ്. അല്ലെ തിരിച്ചു പറയുന്ന ആളുകളുണ്ട്. എന്നിട്ട് 1998 ഗുജറാത്ത് കലാപം അവിടെ എന്തായിരുന്നു? അന്ന് താൻ മുല കുടിച്ച് വരുന്നതേ ഉള്ളൂ. ഡിഗ്രി ചെയ്യേണ്ട പഠിക്കുന്നതെന്ന്. താനത് മനസ്സിലാക്കണം. ഛത്തീസ്ഗഡ് അവിടെ ചർച്ചിനെ സ്കൂളുകളെ എത്രത്തോളം മോശമായിട്ട് ചെയ്തു. 2008 ഒഡീഷ 100 ക്രിസ്ത്യാനികളെ അവർ കൊന്നത്. ഇതൊന്നും ആരും മറന്നിടുന്നില്ല. ചരിത്രം അറിയാത്തവരൊന്നുമല്ല, ചരിത്രം നന്നായിട്ട് അറിയാവുന്നവരാണ്. 2014 139 തുടങ്ങി 139 2014 132 അറ്റാക്സ് നടന്നത്. എന്നാൽ 2024 ആയപ്പോൾ അത് 800 എന്നുവെച്ചാൽ 7 ഇരട്ടി. 800 അറ്റാക്സുകളാണ് ക്രിസ്ത്യൻസ് നടത്തിയത്. ഇതൊക്കെ പഠിക്കാതെയും മനസ്സിലാക്കാതെയും സംസാരിക്കരുത്. ഷോ എന്ന വാക്കിനകത്തൊരു ഷോ കാണിക്കണ്ട.
തൻ്റെ അപ്പനാണല്ലോ കക്കൂസ് ജോർജിൻ്റെ പാരമ്പര്യം എടുക്കരുത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടും ബഹുമാനപ്പെട്ട മുസ്ലിം സഹോദരന്മാരോടും ബഹുമാനപ്പെട്ട സമാധാനം ആഗ്രഹിക്കുന്ന ഹിന്ദു സഹോദരന്മാരോടും ബഹുമാനപ്പെട്ട ബിഷപ്പ്മാരോടും എല്ലാവരോടും ഞാൻ പറയാണ്, ഈ ജോർജിൻ്റെ മകനെ ഞാൻ പറയുന്നില്ല, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം നമ്മൾ ആ ജോർജിൻ്റെ അത്രയും ഗുരുത്വമില്ലാതെ പറയാൻ പാടില്ലല്ലോ. ജയിപ്പിക്കരുത്. ജയിപ്പിച്ചാൽ നാളെ മോദിജി അങ്ങ് മനസ്സിലായിക്കൊള്ളുക, പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അവർക്ക് അധികാരം കിട്ടുമെങ്കിൽ അവിടേക്ക് നൊത്തിട്ട് കയറും. അതാണ് എപ്പോഴും സൂക്ഷിക്കണം. എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വൃത്തികെട്ട ജന്മമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാം, എങ്ങനെയും ചെയ്യാം. പിന്നെ പേടിപ്പിച്ചങ്ങ് നിർത്താമെന്ന് വിചാരിക്കേണ്ട. യർമ്മിയ പുസ്തകത്തിൽ വാക്കുണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞുതരാം. തച്ചുടയ്ക്കാനും തകിടം വരയ്ക്കാനും പിഴുതെറിയാനും പുതുക്കിപ്പണിയാനും നിയോഗിക്കപ്പെട്ട മനുഷ്യർ ഉണ്ട് എല്ലാ സമൂഹത്തിലും. ക്രിസ്ത്യൻസിൽ മാത്രമല്ല, മുസ്ലിമിൽ മാത്രമല്ല, ഹിന്ദുവിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. തനിക്ക് മാത്രമേ ഉള്ളൂ ഭാഷാ സൗകുമാര്യം എന്ന് ചിന്തിക്കരുത്. നെറ്റിയിൽ കുരിശു വരയ്ക്കുന്ന ശക്തി കൊണ്ട് തന്നെ, ഭസ്മം തൊടുന്ന ശക്തി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചന്ദ്രക്കല മനസ്സിൽ വെച്ച് നെറ്റിത്തടം എടുക്കുന്ന മനുഷ്യരുടെ ചിന്തയിൽ തന്നെ പറയുകയാണ്, തനിക്ക് മാത്രമല്ല ഭാഷയും ഭാഷയുടെ ചാതുര്യവും. നന്നായി പറയാനും പ്രവർത്തിക്കാനും അറിയാവുന്ന മനുഷ്യനുണ്ട്. ബാക്കിയുള്ളവന് വിഴിപ്പലക്കിയിട്ട് ഇപ്പോൾ വോട്ട്. അവസാനം ചോദ്യം ചോദിക്കട്ടെ, പൂഞ്ഞാറിലെ ക്രിസ്ത്യൻസിനോട് പറയാവൂ, ഞാൻ നല്ല അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, പറയാമോ? എനിക്ക് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് വേണ്ട, എനിക്കിവിടെ മുസ്ലിമിൻ്റെ വോട്ട് വേണ്ട, അല്ലാതെ ഞാനങ്ങ് ജയിച്ചോളാം. സമാധാനം ആഗ്രഹിക്കുന്ന ഹിന്ദുവിൻ്റെ വോട്ട് വേണ്ട, അല്ലെങ്കിൽ തീവ്രവാദികളുടെ മാത്രം മതി എന്ന് പറഞ്ഞ് പൂഞ്ഞാറ്റിലെ കക്കൂസ് ജോർജിന് സാധിക്കുമെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക്. ജോൺസൺ, കരൂർ.